ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചമ്മീസ് വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഞാനങ്ങനെ എൻ്റെ ചാനലിൽ കുക്കിംഗ് വീഡിയോസ് ഇട്ടതായി ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. എന്താ ഉണ്ടാക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അതായത് ഗ്രേവി ആയിട്ടല്ല. നമ്മുടെ കാസർഗോഡ് നാട്ടിൽ കോഴിയുരുക്ക് എന്ന് പറയും. എല്ലായിടത്തും അതുണ്ടോ അതോ ചിക്കൻ റോസ്റ്റും കോഴിയുരുക്കും സെയിം ആണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഉരുക്കാണ്, കോഴിയുരുക്ക്. എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മനോട്ടിനെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. ചിക്കൻ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ, കാരണം ഇവിടെ അങ്ങനെ അധികം ചിക്കൻ കഴിക്കില്ല. അതായത് കറി കഴിക്കും, കോഴിക്കിൻ്റെ പീര കഴിക്കും, പക്ഷേ പീസ് അധികം കഴിക്കില്ല. അപ്പം ഞാൻ ചിക്കൻ മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ചിക്കൻ മസാല ഇത് എല്ലാം ഇട്ട് വെച്ചിട്ട് ഇതെല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് മസാല ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, അതും പേസ്റ്റ് ആക്കിയിട്ടല്ല, ജസ്റ്റ് ഒന്ന് മിക്സിയിൽ 2 പ്രാവശ്യം ക്രഷ് ചെയ്തെടുത്തതാണിത്. പിന്നെ ചിക്കൻ ഉരുക്കിന് ആവശ്യമായിട്ടുള്ള തക്കാളി, ഒരു ഫുൾ സൈസ് തക്കാളി, പിന്നെ ഒരു 5 പച്ചമുളക്, പിന്നെ 3 നീരുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് പാത്രം വെക്കാം. ഞാൻ അധികം നോൺ സ്റ്റിക്കിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണയ്ക്ക് ഞാനിവിടെ CBC ആണ് എടുത്തത്. ഞാൻ നോർമലി നാട്ടിൽ പോയിട്ട് വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടുവരും. അപ്പോൾ വെളിച്ചെണ്ണ തീർത്തുപോയി. അപ്പോൾ നമുക്ക് CBC എടുക്കാം. ഇത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നമുക്ക് നീരുള്ളി വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണയാണ് ഒഴിക്കേണ്ടത്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നീരുള്ളി ഇടാം. ഇനി ഇത് നല്ലോണം വഴണ്ടി വരുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ നോർമൽ റോസ്റ്റെല്ലാം ഉണ്ടാക്കി നോക്കുമ്പോൾ നല്ലോണം അങ്ങനെ വഴണ്ടി വരണമെന്നുള്ളത് കറക്റ്റ് അറിയില്ല. പക്ഷെ നമ്മൾ ഈ കോഴി ഉരുക്ക് ഉണ്ടാക്കുമ്പോൾ എൻ്റെ അടുത്ത് വീട്ടിൽ അമ്മ പറഞ്ഞാണ്, നമ്മൾ എത്രത്തോളം വഴറ്റാൻ പറ്റുന്നു അത്രത്തോളം വഴറ്റിയെങ്കിൽ കറിക്ക് കളർ കൊടുക്കാൻ പറയുന്നത്. കളറും ടേസ്റ്റും ഒരു ബ്രൗൺ, കുറച്ച് നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്കിത് വഴറ്റാം. അപ്പോൾ ഗൈസ്, ഇത് ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, നമ്മളെ തക്കാളിയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അത് വേവാൻ വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് നമുക്ക് അടച്ചു വെക്കാം. പിന്നെ ഇതൊന്ന് അടച്ചു വെക്കാം, അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തക്കാളി ജസ്റ്റ് ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഒരു 1 മിനിറ്റ് അതിൻ്റെ പച്ചമണമെല്ലാം മാറാൻ വേണ്ടിയിട്ടൊന്ന് വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ മസാല ഇട്ട് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് അപ്പം നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും. ആ വെള്ളത്തിൽ ഒന്ന് വെന്തതിന് ശേഷം പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കാം. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം, എന്നാലും ആ നീരുള്ളിയെല്ലാം എല്ലാവർക്കും വെക്കുള്ളൂ. പിന്നെ നമുക്ക് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇത് അടച്ചോ. ചിക്കൻ ഇട്ടപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിൽ തന്നെ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് സമയം അത് വന്നതിന് ശേഷം പിന്നെ നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ആ വെള്ളത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്. അപ്പോൾ ഞാനിതൊരു 1 ഗ്ലാസ് വെള്ളം എടുത്തിരുന്നു. അത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. കാസർഗോഡ് എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാക്കലും എനിക്കറിയില്ല, പക്ഷേ വീട്ടിൽ അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കല്, അമ്മ പറഞ്ഞ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് ചിക്കൻ അത്യാവശ്യം ചിക്കൻ്റെ വെള്ളത്തിൽ തന്നെ വെന്ത് ശരിയാവുന്നുണ്ട്. കുറച്ചുകൂടി വേട്ടെ. ഇതിലേക്ക് നമുക്ക് നേരത്തെ തിളപ്പിച്ച് വെച്ച വെള്ളം കുറച്ച് വയ്ക്കാം. ഇത് നോക്കി ആവശ്യത്തിന് വെച്ചാൽ മതി കേട്ടോ. ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയാണ് വേണ്ടെങ്കിൽ അങ്ങനെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പൊതുവെ പീസിനേക്കാളും ഇതിൻ്റെ ഉരുക്കിനും ഗ്രേവി പോലത്തെ സാധനത്തിനാണ് ഫാൻസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ നമ്മളെ തിളപ്പിച്ച വെള്ളയിലേക്ക് ഒഴിച്ചു. ഇനി ജസ്റ്റ് അതൊന്ന് വേവുന്ന സമയത്തിനുള്ളിൽ നമുക്ക് വെന്തതിന് ശേഷം അതിലേക്ക് തേങ്ങ ഇടണം. അപ്പോൾ
അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. ചിക്കൻ നല്ലപോലെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ഇട്ടു. ഇനിയിപ്പോൾ തേങ്ങ ഇട്ടിട്ടൊരു കുറച്ച് സമയം കൂടി നമ്മൾ വെച്ച് ഇപ്പോൾ തേങ്ങയും കൂടി ഒന്ന് സെറ്റായി. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അങ്ങനെ ആ കലാപ്പരിപാടി ചെയ്യും. പിന്നെ നമുക്കുള്ളത് ഇതിലേക്ക് പൊടി വറുത്തിടാനില്ല. ചിക്കൻ മസാലയും പിന്നെ കൊത്തമ്പരി, അതായത് മല്ലിപ്പൊടിയും കൂടി വറുത്തിട്ട് ഇതിലേക്ക് ഇടാം. അത്രയേ ഉള്ളൂ. അതോടെ നമ്മുടെ ചിക്കൻ പിടിക്ക് റെഡിയാവും. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് പാൻ വെക്കാം. ഇത് ഞാൻ നേരത്തെ തേങ്ങ വറുത്ത് വെച്ച പാനാണ്. ചിക്കൻ മസാല ഇടാം. കുറച്ച് മതി. മല്ലിപ്പൊടി. ഇത് നല്ലോണം വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഇടാം. ഞാനിത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി കറിയിലേക്ക് ഇടാം. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ വറുത്ത സാധനങ്ങളെല്ലാം ഇട്ടിട്ട് അടച്ചു വെച്ചതാണ്. അപ്പോൾ കുറച്ച് സമയം നമുക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കി വെക്കാം. കറി റെഡി ആയിട്ടുണ്ട്. കറി ഞാൻ പറഞ്ഞ നമ്മുടെ നാട്ടിലൊക്കെ ചിക്കൻ കറി, ചിക്കൻ ഒരിക്കൽ അങ്ങനെയല്ല പറയല്. ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്ക് മെയിനായിട്ട് നമ്മൾ വീട്ടിൽ ചോറിന് ചേക്കലുണ്ട്. പിന്നെ ദോശ, പിന്നെ അപ്പം, ഉണ്ട, ഒറോട്ടി, പത്തിരിനും ചെല്ലം ഈ കറി കഴിക്കലുണ്ട്. എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ഇടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു. ബൈ.